ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് BEGC 111 വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഇഗ്നോയിലുള്ള തേർഡ് ഇയറിൻ്റെ മെയിനായിട്ടുള്ള മേജറായിട്ടുള്ള സബ്ബാണ്. അപ്പം ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് നോൺ ഫിക്ഷണൽ പ്രോസ് എന്നുള്ളത്. അപ്പം ഈ ഒരു പുസ്തകം ഫുള്ളായിട്ട് എന്തിൻ്റെ റൈറ്റിംഗ്സ് ആണ്, വിമൻസിൻ്റെ റൈറ്റിംഗ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാം ഓതേഴ്സ് ആരായിരിക്കും? വിമൻസ് ആയിരിക്കും. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസ് ആയിട്ടുള്ള എസ്സേസ്, അതുപോലെ തന്നെ സ്റ്റോറീസ്, നോവൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഈ ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്ന ബ്ലോക്ക് 1 നോൺ ഫിക്ഷണൽ പ്രോസ് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നോൺ ഫിക്ഷണൽ പ്രോസ് എന്നുള്ളതാണ്. അപ്പം എന്താണ് നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറയുന്നത്? ഇപ്പം ഫിക്ഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സാങ്കല്പികമായിട്ടുള്ള എഴുത്തിനെയാണ് എന്ന് പറയുന്നത് ഫിക്ഷണൽ എന്ന് പറയുമ്പോൾ. നോൺ ഫിക്ഷണൽ എന്ന് പറയുന്നത് സാങ്കല്പികമല്ലാത്ത എന്ന് പറയുമ്പോൾ റിയൽ ആയിട്ടുള്ള ഇൻസിഡൻസിനെയും അതുപോലെ തന്നെ ഈവൻസിനെയും ഒക്കെ വെച്ചുകൊണ്ട് എഴുതുന്ന റിയൽ ആയിട്ടുള്ള സംഭവങ്ങളെയാണ് എന്ത് പറയുന്നത്, അഥവാ അവരുടെ ഒരു റിയാലിറ്റിയെയാണ് അവരെന്ത് ഈ ഒരു എഴുത്തിലൂടെ അവർ എഴുതി പ്രതിഫലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് നോൺ ഫിക്ഷണൽ പ്രോസിൽ വരുന്നത്. ഇത് കൂടുതലായിട്ടും എസ്സേസ്, ഓട്ടോബയോഗ്രഫീസ് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു ബ്ലോക്ക് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ് എന്നുള്ളതാണ്. വിമൻസ് റൈറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പം നമുക്കറിയാം എന്തിനാണ് വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം അത് സ്ത്രീകളെന്താണ് കൂടുതലായിട്ടും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന സ്ത്രീകളെന്താണ് മുൻനിരയിലേക്ക് എത്തിക്കാനും, അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾക്ക് കൂടുതലായിട്ടും അവയർനെസ് ആവാനും, അല്ലെങ്കിൽ അവരുടെ സോഷ്യലായിട്ടുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താനും എല്ലാ തരത്തിലും അവർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സും കാര്യങ്ങളിലൊക്കെ അവരെന്താണ് ബോധവാന്മാരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് വന്നിട്ടുള്ളത് ഈ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. സ്ത്രീകളെ ശാക്തീകരണമാണ് ഇതിൽ, അവരുടെ എംപവർമെൻ്റ് ആണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ അവരെന്താണ് ഈ ഒരു മെയിൽ ഡോമിനേഷൻ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി സ്ത്രീകൾക്ക് കൂടുതലായിട്ട് പ്രാതിനിധ്യം വേണം എന്ന് വാദിക്കുന്ന ആളുകളാണ് ഈ ഒരു വിമൻസ് റൈറ്റിംഗ്സിൽ അധികം ഉണ്ടാവുക. അപ്പം നമുക്ക് പറയാം, എന്താ പറയുക, ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറയില്ലേ. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിലുണ്ടാവും. സ്ത്രീകൾക്ക് കൂടുതലായിട്ടും പ്രാതിനിധ്യം വേണം, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ് കൂടുതലായിട്ടും ഇതാക്കണം, അതല്ലെങ്കിൽ അവർക്ക് എന്താണ് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് നൽകണം, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നുള്ള തരത്തിൽ വാദിക്കുന്ന, ആർഗ്യൂ ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നത് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്? അപ്പം ഒരു ലിറ്ററേച്ചറിനെ എന്താണ് ഒരു ഫെമിനിസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് പഠിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു എന്തെങ്കിലും ടൈപ്പ് ഓഫ് റൈറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അതിൽ വിമൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ എത്രത്തോളം ഉണ്ടെന്നും, അതുപോലെ തന്നെ ഒരു പാട്രിയാർക്കൽ ഐഡിയ ഈ ലിറ്ററേച്ചറിൽ ഒരു പാട്രിയാർക്കൽ ഒരു സൊസൈറ്റിയിൽ ആ ഒരു വിമൻ്റെ ഫേസ് ചെയ്യുന്ന അവരുടെ ചാലഞ്ചസ് എന്താണെന്നുള്ളത് ഇതിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ഒരു ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഒരു എഴുത്തിൽ അവർ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് റീ അസസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ ഇത്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, നമുക്കറിയാം മെയിലിൻ്റെ ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ട് ലിറ്ററേച്ചറിലൊക്കെ. അപ്പം അത് കുറക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് റിയാസസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ വിമൻസ് റൈറ്റേഴ്സിനൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, ജെൻഡർ ഇക്വാലിറ്റി ഒക്കെ നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയൊക്കെയാണ് എന്തുള്ളത് ഈ ഒരു ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം പണ്ട് മുതലേ ഉണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ കുറേ തിങ്കേഴ്സ് പറയുന്നുണ്ട്. അപ്പം മേരി വോൾസ്റ്റൻക്രാഫ്റ്റ് എന്ന് പറയുന്ന ആളുണ്ട്, അതുപോലെ തന്നെ മാർഗരറ്റ് ഫ്യൂളർ, ദെൻ വെർജീനിയ വോൾഫ് തുടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏർലി ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് ഒരുപാട് ഇതിൽ പറയുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവർ കൂടുതലായിട്ടും എന്താണ് വിമൻ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വിമൻസ് ഇക്വാളിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ ജെൻഡർ റോൾസിനൊക്കെ എന്താണ് ഒപ്പോസ് ചെയ്യുക, ഇങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. അപ്പം ഒരു ആണിന് മാത്രമല്ല ഒരു പെണ്ണിനും എന്ത് വേണം, തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം വേണം, അല്ലെങ്കിൽ അവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരിത് വേണം, റൈറ്റ്സ് വേണം എന്ന് വാദിക്കുന്ന ആളുകളാണ് കേട്ടോ ഇവരൊക്കെ. അപ്പം അവരാണ് ആദ്യമായിട്ടുള്ള ഏർലി ഫെമിനിസ്റ്റ് തിങ്കേഴ്സായിട്ട് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം അവർ എത്രത്തോളം ലിറ്ററേച്ചേഴ്സിൽ അവർ എത്രത്തോളം അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നത് നോക്കുന്ന ആളുകളാണ്. അപ്പം അവരെന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യുക വെച്ചാൽ ശരിക്കും ഒരു പുതിയതായിട്ടുള്ള റൈറ്റിങ്സ് ഉണ്ടാക്കുന്നതിലുപരി എന്തെങ്കിലും ഒരു മുമ്പത്തെ എഴുതിയിട്ടുള്ള റൈറ്റിങ്സിൽ അവരുടെ സ്ത്രീകളുടെ പ്രാതിനിധ്യം എന്താണെന്നുള്ളത് ഒക്കെ എന്താണ് അവരുടെ എസ്സേകളിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള എഴുത്തുകളിലൂടെയൊക്കെ അവർ അതിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇതാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലെന്തൊക്കെ കാര്യങ്ങൾ അതിൽ കുറച്ചിട്ടുണ്ട്, എവിടെയൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഊന്നി പറയുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ് കേട്ടോ ഇത് വരുന്നത്. അതുപോലെ ഇതിൽ പറയുന്ന, പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് വേവ്സ് ഓഫ് ഫെമിനിസം. ഈ ഫെമിനിസം എന്ന് തുടങ്ങിയിട്ടുള്ളത് ഏത് കാലഘട്ടത്തിൽ നിന്നാണ്, അത് ഇന്ന് എത്തി നിൽക്കുന്നത് ഈ ഒരു പ്രസന്റ് കാലഘട്ടത്തിലാണ്. അപ്പം അതുവരെയുള്ള അതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ദൂരം എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വേവിൽ പറയുന്നത് എന്താ വെച്ചാൽ 1830 മുതൽ 1920 വരെയാണ് ഫസ്റ്റ് വേവ്സ് ഓഫ് ഫെമിനിസം ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് എന്താ വെച്ചാൽ വിമൻസിന് വോട്ടിംഗ് വേണം, അവർക്ക് റൈറ്റ്സ് വേണം, അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം എന്നുള്ള രീതിയിലൊക്കെയാണ്, അതുപോലെ തന്നെ ഇക്വാലിറ്റി വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് ഒരു
ഫെമിനിസം തോട്ടായിട്ട് ആദ്യം ഉന്നയിച്ചത്. അഥവാ ലിറ്റററി വൈസ് ആയിട്ടല്ല, ശരിക്കും അവരെന്താണ് വോട്ടിംഗ് റൈറ്റ്സ് വേണം, പ്രോപ്പർട്ടി റൈറ്റ്സ് വേണം, ഇക്വാളിറ്റി വേണം, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആദ്യം ഫെമിനിസ്റ്റ് വാദികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡായിട്ട് പറയുന്നത് 1963 മുതൽ 1980s വരെ ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വിമൻസിന് എന്താണ് സോഷ്യൽ ഫാമിലി ആയിട്ടുള്ള അവരുടെ വർക്ക് പ്ലേസിൽ അവർക്ക് വേണ്ട റൈറ്റ്സ് ഒക്കെ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് വാദിക്കുന്ന ആളുകൾ ആണ് ഈ ഒരു സെക്കൻഡ് വേവ്സിൽ ഉണ്ടായിരുന്നത്. ദെൻ മൂന്നാമത് ഇപ്പം 1990s തൊട്ട് നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഈ ഒരു പ്രസൻറ്റ് ജനറേഷൻ വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എന്താണ് കൂടുതലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിമൻസിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ എക്സ്പീരിയൻസിലൂടെ കാസ്റ്റ്, ക്ലാസ്, എത്നിസിറ്റി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളിലൂടെയൊക്കെയാണ്. അപ്പം ഇപ്പം നമുക്കറിയാം വിമൻസ് എവിടെ നിൽക്കുന്നു, അപ്പം അവരെ പോരാടി എന്താണ് അവർക്ക് എല്ലാ രീതിയിലും അവർക്ക് പ്രാതിനിധ്യം കൊടുക്കേണ്ടി വന്നു. എല്ലാത്തിലും എന്താണ് സ്ത്രീ സംവരണം ഉറപ്പ് വരുത്തേണ്ട ഒരു ഇത് വന്നത് എന്തുകൊണ്ടാണ്, ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ കടുത്ത ഈ ഒരു പ്രതിഷേധം കാരണം, അല്ലെങ്കിൽ അവർക്കും പ്രാതിനിധ്യം വേണം എന്നുള്ള അടങ്ങാത്ത ഒരു ആഗ്രഹം കാരണം, അതിൽ നിന്ന് എന്താണ് നിർബന്ധിതരായിട്ട് എന്താണ് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകേണ്ടുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നതാണ് വിമൻസ് റൈറ്റിംഗ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, വിമൻസ് റൈറ്റിംഗ് നമുക്കറിയാം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വിമൻസിൻ്റെ എക്സ്പീരിയൻസും അവരുടെ സ്റ്റോറീസും കൂടുതലായിട്ട് ആളുകളായിട്ട് ഷെയർ ചെയ്യുന്നതിലായിരുന്നു. അതുപോലെ തന്നെ എന്താണ് മെയിൽ ഡോമിനേറ്റ് ആയിട്ടുള്ള ലിറ്ററേച്ചേഴ്സിനെ എന്താണ് ചാലഞ്ച് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ വിമൻസിൻ്റെ റൈറ്റിങ്സിലൂടെ തന്നെ അവരെ തന്നെ എംപവർമെൻറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ആ ഒരു വിമൻസ് റൈറ്റിംഗ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവർ ഒരുപാട് പ്രശ്നങ്ങൾ ആ എഴുത്തുകാർ നേരിട്ടിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രാതിനിധ്യം നമ്മൾ ഉറപ്പുവരുത്താൻ അന്നത്തെ ഇവരുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരുടെ ഒരുപാട് എഴുത്തുകൾ കാരണമായിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അവരത് എഴുതുമ്പം ഒരു പ്രാതിനിധ്യവും അവർക്ക് അതിലൂടെ കിട്ടിയിരുന്നു. മാത്രമല്ല അവരെന്താണ് സമൂഹത്തിൽ നിന്ന് എന്താണ് അവരെ വേറിട്ട് നിർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആളുകൾ അവരുടെ എഴുത്തുകൾ ശ്രദ്ധിക്കാതായപ്പോൾ തീരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിരുന്നു അതിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആളുകൾ തീരെ അതിനോട് ശ്രദ്ധിക്കാതെ ആകുമ്പോൾ എന്താണ് ഈ വിമൻസിൻ്റെ എഴുത്തുകാരെന്താണ് ആണുങ്ങളുടെ പെൻ നെയിമിലൂടെ അവരുടെ എഴുത്തുകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. കാരണം സ്ത്രീകളുടെ പേരിലുള്ള എഴുത്തുകളാകുമ്പം ആളുകളെ ശ്രദ്ധയിൽ പെടാതെ ഇരിക്കുമ്പം അവരെന്താണ് അവരുടേതായിട്ടുള്ള ഒരു പെൻ നെയിംസ്, ആണുങ്ങളുടെ പേരിലുള്ള പെൻ നെയിംസ് അവർ തന്നെ സൃഷ്ടിച്ച് അവർ തന്നെ പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള പറയുന്നത്. അപ്പം അതുപോലെ തന്നെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന തീംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഐഡൻറ്റിറ്റി, സെൽഫ് ഡിസ്കവറി, അതുപോലെ തന്നെ മാരേജ്, ഫാമിലി പ്രശ്നങ്ങൾ, വിമൻസിൻ്റെ ഫ്രീഡം, ഇനീക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾക്ക് തന്നെയാണ് കൂടുതലായിട്ടും അവർ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്ന തീംസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ പാട്രിയാർക്കൽ ഐഡിയാസിനൊക്കെ ചാലഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ വിമൻസിനൊക്കെ എന്താണ് അവർക്ക് വോയിസ് കൊടുക്കുക, അവരുടേതായിട്ടുള്ള വോയിസുകൾ അവർക്ക് കൊടുക്കുക എന്നൊക്കെ ഉള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ ലാസ്റ്റ് ഹെഡിങ് ആയിട്ട് പറയുന്നത് വിമൻസ് റൈറ്റിംഗ് ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ഇപ്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു വിമൻസ് റൈറ്റിങ്ങിൻ്റെ ഒരു ഇത് എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം എല്ലാ രാജ്യങ്ങളിലെ പോലെ പല പ്രശ്നങ്ങളും ഇന്ത്യയിലും നേരിട്ടിട്ടുണ്ട്. കാരണം ഇന്ത്യ എന്നൊക്കെ പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ, വിമൻസ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സതി എന്ന് പറയുന്ന സംഭവം, ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ചിതയിൽ തന്നെ അവരുടെ ഭാര്യമാരും ചാടി മരിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു അന്ധവിശ്വാസങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് അങ്ങനെ ചെയ്യുന്ന ഈ ഒരു സതിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ഫീമെയിൽ എഡ്യൂക്കേഷനൊക്കെ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം സ്ത്രീകൾ എന്താണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോവുക. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വയലൻസ്, നമ്മൾ ദളിറ്റ്സ്, ട്രൈബൽ ആയിട്ടുള്ള വിമൻസിൻ്റെ റൈറ്റ്സ് ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിലെന്താണ് മേജർ റൈറ്റേഴ്സ് ആയിട്ട് പറയുന്നത് അനിത ദേശായി, ശശി ദേശ്പാണ്ഡെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയുടെ ഒരു ഫെമിനിസ്റ്റ് തിങ്കേഴ്സ് ആയിട്ട് അറിയപ്പെട്ടത്. അവരായിരുന്നു മേജർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് നമുക്കറിയാം എന്താണ് ഒരു ജെൻഡർ ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഫെമിനിസമാണ് നമ്മുടെ നിലവിലുള്ളത്. അതുപോലെ തന്നെ വിമൻസിൻ്റെ റൈറ്റ്സിനെയും അതുപോലെ തന്നെ അവരെന്താണ് അവരുടെ കൾച്ചറിനെയും കമ്മ്യൂണിറ്റിയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് വാദിക്കുന്ന ആളുകളാണ് നമ്മുടെ ഇന്ത്യൻ ഫെമിനിസത്തിൽ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ട് നിലവിലുള്ളത്. അപ്പം പണ്ട് ഇങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തിലൂടെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഏർലി ആയിട്ടുള്ള ഫെമിനിസ്റ്റ് റൈറ്റേഴ്സൊക്കെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയുടെ ജനത ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ സ്ത്രീകൾ കൂടുതലായിട്ടും ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പം ആ ഒരു കാലഘട്ടത്തിലുള്ള മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത് അനിത ദേശായി, ദെൻ ശശി ദേശ്പാണ്ഡെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെയാണ് കേട്ടോ. ഇതാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്ന കാര്യം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വിമൻസ് റൈറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഇതിൽ പറയുന്നുള്ളൂ കേട്ടോ. ദെൻ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. മാരി വോൾസ്റ്റൺക്രാഫ്റ്റ് എഴുതിയിട്ടുള്ള എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ വിത്ത് സ്ട്രിക്ചേഴ്സ് ഓൺ പൊളിറ്റിക്കൽ ആൻഡ് മോറൽ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പേരൊന്നും കേട്ട് ആരും ഒന്നും ടെൻഷൻ ആവണ്ട. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എഴുതിയിട്ടുള്ള എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ, അത്രയും ആലോചിക്കുക കേട്ടോ. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് എസ്സേ എന്നൊക്കെ നമുക്ക് പറയാം, ആ തരത്തിലുള്ള ഒരു എഴുത്താണ് കേട്ടോ ഇത്. മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അറിയാം ഒരു വിമൻസ് റൈറ്റിങ്ങിൽ ഈ ഒരു പ്രോസ്
ടൈപ്പ് ഓഫ് റൈറ്റിംഗ് വരുന്നത് കൂടുതലായിട്ട് നമ്മുടെ സാധാരണ ഒരു ഫിക്ഷണൽ സ്റ്റോറീസോ അല്ലെങ്കിൽ എന്താണ് നോവൽസിനൊന്നും പോലെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. കാരണം ഇതിലെ എസ്സേസ് അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫീസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പം അത്ര തന്നെ ഇൻട്രസ്റ്റ് ഈ ഒരു സബ്ജക്റ്റിന് ഉണ്ടാവില്ല, ഈ ഒരു ടോപ്പിക്കിന് ഉണ്ടാവില്ല. അപ്പം ആ ഒരു ക്ലാസ്സും ആ ഒരു റേഞ്ചാണ് ഉണ്ടാവുക കേട്ടോ. അപ്പം അത് ഒന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് ഇതിൻ്റെ വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പം ഇവരൊക്കെ എന്താണ് വിമൻസ് റൈറ്റേഴ്സ് ആണെന്ന് ചിന്തിച്ച് വെക്കുക. അപ്പം അവർ എഴുതുന്നത് കൂടുതലായിട്ട് വിമൻസിന് എഡ്യൂക്കേഷൻ വേണം, അവർ ഈക്വൽ റൈറ്റ് വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള എഴുത്തുകളായിരിക്കും അവർ എഴുതുന്നത്. അപ്പം അവരുടെ തീമും അതന്നെയായിരിക്കും വരിക എന്നുള്ളത് മാത്രം ആലോചിച്ച് വെക്കട്ടെ. മാരി വോൾസ്റ്റൺക്രാഫ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 1759 മുതൽ 1797 വരെയായിരുന്നു അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. ഏർലി ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് അവർ അറിയപ്പെടുന്നത് കേട്ടോ. അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഴുത്താണ് എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന ഒരു എഴുത്തിട്ടോ. അത് 1972 അത് പബ്ലിഷ് ചെയ്യുന്നത്. അവരുടെ കൂടുതലായിട്ടുള്ള വർക്കുകളും പറയുന്നത് എന്താ വെച്ചാൽ എന്താണ്, വിമൻസ് ആർ ഈക്വൽ ടു മെൻ എന്നുള്ളതാണ്. എല്ലാ സ്ത്രീകളും എന്താണ് ആണുങ്ങൾക്ക് തുല്യരാണ് എന്നുള്ളത്. അതുപോലെ അവരുടെ മെയിൻ ഐഡിയാസ് വരുന്ന എന്താണ്, ഈക്വൽ എഡ്യൂക്കേഷൻ വേണം, അതുപോലെ തന്നെ ഇൻജസ്റ്റിസ്, ജെൻഡർ ഇനീക്വാളിറ്റി, ഇതിനൊക്കെ ഓപ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഐഡിയകളാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അവരുടെ കാര്യം പറയുന്നത് അവരെന്താണ്, എന്താണ് ഒരു സെൽഫായിട്ട് എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള, റീഡിങ്ങിലൂടെ എന്താണ് സെൽഫ് എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ആളാണ് നമ്മുടെ ഒരു മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അവർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നും കാണാം. അതുപോലെ വില്യം ഗോഡ്വിൻ എന്ന് പറയുന്ന അയാൾ 1797 അവർ മാരേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു വർഷം തന്നെ അവർ മരിച്ചു പോകുന്നുണ്ട്. ഇനി വേറെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, മേരി ഷെല്ലി പഠിച്ചിട്ടുണ്ട്. ഈ മേരി ഷെല്ലിയുടെ അമ്മയാണ് ഈ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ എന്താണ് ഒന്നുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ നോവലിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ഇയറിൽ പഠിച്ചിട്ടുണ്ട്. മേരി ഷെല്ലി എഴുതിയിട്ടുള്ള, പി ബി ഷെല്ലിയുടെ വൈഫായിട്ടുള്ള മേരി ഷെല്ലി എഴുതിയിട്ടുള്ള ആ ഒരു വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു മേരി ഷെല്ലിയുടെ അമ്മയാണ് ഈ മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് കേട്ടോ. അപ്പം അത് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മേരി ഷെല്ലിയുടെ ലൈഫിനെ കുറിച്ചിട്ട് പഠിച്ചപ്പം എന്താണ് 1797 അവർ ജനിക്കുമ്പോൾ തന്നെ എന്താണ് ഉടനെ തന്നെ അമ്മ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഇവരുടെ ഒരു മേരി ഷെല്ലി ജനിക്കുന്നത് കൂടെ തന്നെ എന്താണ് ഈ ഒരു വോൾസ്റ്റൺക്രാഫ്റ്റ് മരണപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1797 തന്നെ അവർ മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം അത്ര മനസ്സിലാക്കുക. ഇതൊരു ഫെമിനിസ്റ്റ് ടൈപ്പ് ഓഫ് എസ്സേ ആണ് കേട്ടോ. അപ്പം ഈ ഒരു സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അവർക്ക് എന്താണ് കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കണം, ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം എന്നൊക്കെയുള്ള പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിലും പറയുന്നത്. ഇനി ആ എസ്സേൻ്റെ സമ്മറി എന്താണെന്നുള്ളത്, അവർ എഴുതിയിട്ടുള്ള ആ എസ്സേൻ്റെ സമ്മറി എന്താണെന്നുള്ളത് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് ഈ ഒരു എസ്സേയിൽ അവർ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു സമ്മറി ആയിട്ട് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഏർലി ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൽ പെട്ട ആളാണ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, വിമൺ എന്താണ് മെന്നിനേക്കാളും ഒരിക്കലും നാച്ചുറലായിട്ട് താഴ്ന്ന ആളുകളല്ല. കാരണം അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കാത്തത് കാരണമാണ് വിമൻസ് എന്താണ് താഴ്ന്ന ആളുകളായിട്ട് സൊസൈറ്റിയിൽ മാറുന്നത് എന്നാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം അവർക്ക് കൂടുതലായിട്ട് വിദ്യാഭ്യാസവും അവർക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മെന്നിനേക്കാളും കൂടുതലായിട്ടും ഒരു ഇതിൽ അവർ എത്തും. പക്ഷെ അതില്ലാത്തത് കാരണമാണ് അവരെന്താണ് വിമൻസ് താഴ്ന്ന ആളുകളായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. കാരണം എന്താണ്, ചെറുപ്പം തൊട്ട് അവരുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ എന്താണ് അവർക്ക് ശരിയായിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുന്നില്ല. അവരെ കൂടുതലായിട്ടും ട്രെയിൻ ചെയ്യിക്കുന്നത് സൗന്ദര്യത്തിനും അതുപോലെ തന്നെ നല്ല അനുസരണയായിട്ടുള്ള കുട്ടിയായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനോ ഒന്നും അവരെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അവർ ആർഗ്യൂ ചെയ്യുന്ന കാര്യം. അപ്പം ഈ ഒരു എഴുത്തിൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ ഊന്നി പറയുന്ന കാര്യം. അപ്പം അവരുടെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ, വിമണും അതുപോലെ തന്നെ മെന്നൊക്കെ എന്താണ് അവർക്ക് രണ്ടുപേർക്കും ഒരേ നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതെന്താണ്, അറിവും വിവേകവും അതുപോലെ തന്നെ ധാർമ്മികതയൊക്കെ ഒരുപോലെ അവരിൽ വളർത്തിയെടുക്കണം. അപ്പം അതുപോലെ തന്നെ പെൺകുട്ടികൾക്കും സയൻസ്, ഹിസ്റ്ററി, ഫിലോസഫി, ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ അവരെയും പഠിപ്പിക്കണം. അല്ലാതെ ആണുങ്ങളെ മാത്രമല്ല പെണ്ണുങ്ങളെയും അതൊക്കെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നല്ലൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻസിന് മാത്രമേ നല്ല ഒരു അമ്മയാവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു പൗരയാവാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം. അപ്പം തുല്യമായിട്ടുള്ള അവകാശം വേണം അവർക്ക് എന്താണ് ഒരു റെസ്പെക്റ്റും അവർക്ക് കിട്ടണം. അവർ പറയുന്നത് എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് എന്താണ് പുരുഷന്മാരുടെ മേൽ അധികാരം ഒരിക്കലും അവർക്ക് വേണ്ട. കാരണം അവർക്ക് എന്താണ് വേണ്ടത്, അവരുടെ സ്വന്തം ജീവിതത്തിന് മേൽ അവർക്ക് അവകാശം മതി. ആണുങ്ങളുടെ മേലുള്ള ഒരു അവകാശം ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ട. പക്ഷേ ആ സ്ത്രീകളുടെ മേലുള്ള അവരുടെ തന്നെ സ്വയം ജീവിതത്തിന് മേലുള്ള ഒരു അവകാശമെങ്കിലും അവർക്ക് വേണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു റൈറ്റർ ഇവിടെ പറയുന്നത്. അപ്പം അന്നത്തൊക്കെ എഡ്യൂക്കേഷനിൽ വിമൻസിനൊക്കെ പഠിപ്പിച്ചിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി, അതുപോലെ തന്നെ മ്യൂസിക്, ഡാൻസ്, ഗുഡ് ബിഹേവിയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതിനൊക്കെ എന്താണ് ആണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്യിപ്പിക്കുന്നവരാക്കിയിട്ട് അവരെ മാറ്റുക എന്നുള്ളത്. ഇപ്പം മാരേജിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം മാരേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മാരേജ് ആയിരിക്കണം ഉണ്ടാകുന്നത്. അവരുടെ പരസ്പരം മനസ്സിലാക്കി അവരെ പരസ്പരം ബഹുമാനിച്ച് നിൽക്കുന്ന നല്ല ഒരു മാരേജ് ആയിരിക്കണം അവർക്ക് വേണ്ടത്. അല്ലാതെ ഒരു
ഭാര്യ എന്ന് പറയുന്നത് ഒരിക്കലും ഭർത്താവിൻ്റെ ഒരു അടിമയായിട്ട് നിൽക്കുന്നവളായിട്ടല്ല അവർക്ക് മാരേജ് വേണ്ടതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം അവർക്ക് എന്താണ് ജോലി ചെയ്യാനും അതുപോലെ തന്നെ ഇക്കണോമിക്കലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാനും അവരുടെ ഇതിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്ക് വേണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു വിർച്യുവിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ധാർമ്മികത, പുരുഷന്മാർക്കൊരു നിയമം അല്ലെങ്കിൽ സ്ത്രീകൾക്കൊരു നിയമം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം എല്ലാവർക്കും നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അതുപോലെ അവർ ഇതിന് മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ റൂസോ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആ കാലഘട്ടത്തില അതിന് മുമ്പേ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഫിലോസഫറായിട്ടും അതുപോലെ തന്നെ റൈറ്ററായിട്ടും തിങ്കറായിട്ടൊക്കെ അറിയപ്പെടുന്ന ആളാണ് റൂസോ എന്ന് പറയുന്നത്. അദ്ദേഹത്തെയാണ് ഈ ഒരു റൈറ്റർ ഇവിടെ വിമർശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ സ്ത്രീകൾ എന്താണ് പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കണം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് റൂസോ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും എന്താണ് അവർ പുരുഷന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ജീവിക്കേണ്ട ആൾക്കാരല്ല. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കഴിവ് സ്ത്രീകൾക്കുണ്ട്. അപ്പം ആ ഒരു കാര്യം അവിടെ അവർ വിമർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതെന്ന് പറയുമ്പോൾ മെയിനായിട്ട് വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. കാരണം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ലൊരു അമ്മയാവാൻ പറ്റുള്ളൂ, നല്ലൊരു പൗരയാവാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഇതിന് വിദ്യാഭ്യാസത്തിനെ ശക്തമായിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൃതിയാണ് കേട്ടോ ഇത്. അപ്പം മോഡേൺ ഫെമിനിസത്തിന്റെ ഒരു ബേസിക് ആയിട്ടാണ് ഈ ഒരു എഴുത്ത് കണക്കാക്കപ്പെടുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് 1 എന്ന് പറയുന്ന അതിൽ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത്. നമ്മുടെ റൂസോയുടെ ഐഡിയ ചാലഞ്ച് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് വിമൻസിന് കൂടുതൽ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ വിമൻ ഷുഡ് ഹാവ് പവർ ഓവർ ദം സെൽഫ്സ് നോട്ട് ഓവർ മെൻ. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ആണുങ്ങൾക്ക് മേലെയല്ല അവർക്ക് പവർ വേണ്ടത്, നേരെ മറിച്ച് അവർക്ക് സ്വയം അവരുടെ മേൽ തന്നെയുള്ള പവറാണ് അവർക്ക് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ദെൻ മാരേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി അതിൻ്റെയൊക്കെ ബേസിൽ ആവണം എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ വിമൻ ഷുഡ് സ്റ്റഡി സയൻസ്, ഫിലോസഫി ആൻഡ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്. അപ്പം അവർക്ക് എന്താണ് സാധാരണ ബ്യൂട്ടി സംഭവങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ, അവരെന്താണ് സയൻസ്, ഹിസ്റ്ററി, ഫിലോസഫി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളോട് അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ക്രിട്ടിക്കൽ അസസ്മെൻ്റ് ആണ് അതിലൂടെ പറയുന്നത് കേട്ടോ. ദെൻ രണ്ടാമത് ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് സെക്കൻഡ് തീംസ് ആയിട്ട് വരുന്നത് 3 പോയിന്റുകളാണ് തീംസ് ആയിട്ട് ഇതിൽ വരുന്നത്. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് വരുന്നത്. അതിൽ ഒന്നാമത് തീമായി ഇനാഡിക്കേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇത് പറയുന്നത് വിമൻസ് എന്താണ് എപ്പോഴും ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനിൽ നിന്ന് ഡിനേ ചെയ്യപ്പെടുന്നുണ്ട്. സൊസൈറ്റി അവരെ ഒരു ഡൊമസ്റ്റിക് ലൈഫ് ആയിട്ട് മാത്രമേ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ എന്നുള്ള കാര്യമൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ മാരേജ് ആൻഡ് ബ്യൂട്ടി, അവരെന്താണ് അവരെ കൂടുതലായിട്ടും ബ്യൂട്ടിയെ കുറിച്ചിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. ഒരു ഇൻ്റലിജൻസിൻ്റെ മേലെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബ്യൂട്ടിക്കാണെന്നുള്ളതാണ്. അപ്പം മാരേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു സോഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ദെൻ റീസൺ ആൻഡ് റാഷണാലിറ്റി. ഈ റീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയാം നമുക്കൊരു കാരണം എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ലിറ്ററേച്ചറിൽ റീസൺ എന്ന് പറയുമ്പോൾ റീസൺ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്തെങ്കിലും ഒരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത് റീസൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റീസൺ ദെൻ റാഷണാലിറ്റി ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തിലൂടെയാണ് എഡ്യൂക്കേഷനിലൂടെയാണെന്നുള്ളത്. അപ്പം എഡ്യൂക്കേഷൻ എന്തിന് റീസൺ അതുപോലെ തന്നെ വേർച്യൂ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പം റീസൺ ആൻഡ് റാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പം ഈ ഒരു 3 തീമുകളാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. ഇനാഡിക്കേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, ദെൻ മാരേജ് ആൻഡ് ബ്യൂട്ടി, ദെൻ റീസൺ ആൻഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ പറയുന്ന കാര്യം. മെയിനായിട്ട് ആ ഒരു എസ്സേ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ, വിമൻസിന് കൂടുതലായിട്ടും എഡ്യൂക്കേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ബ്യൂട്ടി അതുപോലെ തന്നെ നല്ല അനുസരണയുള്ള കുട്ടിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. അതിനായിരുന്നു അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരുന്നത്. ആ ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു ഒരു സോഷ്യൽ ട്രാൻസാക്ഷൻ ആയിട്ട് മാത്രമായിരുന്നു കണക്കാക്കിയിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലൂടെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു എസ്സേയിൽ പറയുന്നത് കേട്ടോ.